നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ സ്വകാര്യ ആ, വിദ്യാഭ്യാസ ബിൽ, അതായത് വിദേശ ആ, സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇത് എന്ത് പ്രയോജനമാണ് കേരളത്തിന് നൽകുന്നത്? കേരളത്തിന്റെ സ്റ്റുഡൻസിന്, അതും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ നല്ല സ്റ്റുഡൻസും കേരളത്തിന് വെളിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളിടത്ത് ഈ സർവകലാശാല ബിൽ ഒരു പാഴ് വസ്തുവായി മാറുകയില്ലേ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ സംഭാഷണം ഞാൻ ആരംഭിക്കുന്നത്. ഇത് പറയാനുള്ള ഒരു കാരണം, ഈ സർവകലാശാല ബിൽ കൊണ്ടുവരുന്ന ഇടതുപക്ഷം തന്നെ ഇങ്ങനെയൊരു സ്വകാര്യ സർവകലാശാല അല്ലെങ്കിൽ വിദേശ സർവകലാശാല വരുന്നതിനെ വർഷങ്ങളായി എതിർത്തുകൊണ്ടിരുന്നതാണ്. CPM-ന്റെ നയപരിപാടികളിൽ ഒന്ന് നവ ലിബറൽ ആശയങ്ങളെ, നീക്കങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഡൽഹിയിൽ കേട്ടത്, ഈ ബില്ലുകൊണ്ട് ആ CPM-ന്റെ ഒരു നയപരിപാടി CPM-ന്റെ ഒരേ ഒരു സർക്കാർ ഖണ്ഡിച്ചിരിക്കുകയാണ്. അതായത് നവ ലിബറൽ നയങ്ങളെ പിന്തുടരാൻ വേണ്ടി CPM-ന്റെ ഒരേ ഒരു സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതും അതിൻ്റെ ഫലം സർക്കാരിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ കിട്ടുമോ എന്നുള്ളൊരു സംശയം അവശേഷിപ്പിച്ചുകൊണ്ട്, ഈ സംശയത്തിന് ഒരു കാരണം, ഒന്ന്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അപജയങ്ങൾ. അതായത് ഒരു യൂണിവേഴ്സിറ്റിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ, ഇന്ത്യയിൽ പോലും എക്സലന്റ് എന്ന് കാണിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കേരളം നമ്പർ 1 ആണ്, ലിറ്ററസിയിൽ നമ്പർ 1, പക്ഷേ എഡ്യൂക്കേഷൻ മെറിറ്റിലെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മികവിലെ നമ്പർ 1 ആണോ എന്നുള്ളൊരു സംശയം ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ഒരിടത്തേക്ക് പോകുവാൻ എത്ര താല്പര്യപ്പെടും? അതും വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയം, അതായത് അധ്യാപകരെ ആണെങ്കിലും വിദ്യാർത്ഥികളെ ആണെങ്കിലും രാഷ്ട്രീയവൽക്കരിച്ച് നടത്തുന്ന പ്രക്ഷോഭങ്ങളും വിദ്യാഭ്യാസത്തിന് വെളിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ കൂടി ഒരുതരം ഏത് ഇൻവെസ്റ്ററിനും, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണം, പൈസ വേണം, ആൾബലം വേണം, അതുപോലെ തന്നെ നല്ല സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും വേണം എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കേരളത്തിന് ഇന്നത്തെ സ്ഥിതിയിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് ഉള്ള സംശയം അവിടെ ബാക്കി നിൽക്കുന്നു. അത് മാത്രമല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒരു 10-15 വർഷം മുമ്പ് തുടങ്ങി വെച്ചതാണ് ഇന്ത്യയിൽ ആകമാനം. അത് വളരെ സക്സസ്ഫുള്ളായി ഡൽഹിക്ക് അടുത്ത് ഹരിയാന കോൺഗ്രസ് ഗവൺമെന്റ് മിസ്റ്റർ ഹൂഡയുടെ നേതൃത്വത്തിലുള്ള സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഡൽഹിക്ക് ചുറ്റും സോണിപ്പട്ട്, പാനിപ്പട്ട് ഈ ഏരിയയിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് രാജീവ് ഗാന്ധിയുടെ പേരിൽ അദ്ദേഹം വിഭാവന ചെയ്തു. അത് ഇന്ന് വളർന്ന് പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ്. അശോക യൂണിവേഴ്സിറ്റി പോലുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ, ഓഫ് കോഴ്സ് ജനറൽ യൂണിവേഴ്സിറ്റികളും മറ്റുമുണ്ട്, പക്ഷെ അശോക യൂണിവേഴ്സിറ്റി പോലെ JNUവിന് കിടപിടിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇതിലൂടെ, ഈ പരിഷ്കരണത്തിലൂടെ 10-20 വർഷം മുമ്പ് തുടങ്ങിയ ആ പരിഷ്കാരം ഇതിൻ്റെ ഫലവത്തായി കണ്ടിരിക്കുന്നു. അതായത് കേരളം ഈ രംഗത്തും നമ്മൾ
ഒരു വിധത്തിൽ പറഞ്ഞാൽ ബസ് മിസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് പുതിയ ഒരു വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയൊരു വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ബാംഗ്ലൂർ എടുക്കൂ, വിപ്രോ അല്ലെങ്കിൽ വിപ്രോ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റി എത്ര മനോഹരമായി നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതും ഇതുപോലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയായി അവർ വളർത്തിക്കൊണ്ട് കഴിയുന്നു. അവിടെയൊക്കെ ഇന്ത്യൻ സ്റ്റാഫ് മാത്രമല്ല ചില വിദേശ പ്രൊഫസർമാരും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലകൾ മിക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും അവരുടെ ശാഖകൾ ഗൾഫ് മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം അറബ് കുട്ടികൾ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു. അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ അവിടെ തന്നെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് അങ്ങനെയുള്ള സർവകലാശാലകൾ അവിടെ തുടങ്ങിയത്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയോ അശോക യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയോ തുടങ്ങാൻ എന്തുകൊണ്ട് അവർക്ക് തോന്നണം എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പുതിയ നയങ്ങളാണെങ്കിലും അതുകൊണ്ട് എത്തരം ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും, എങ്ങനെയാണ് ഒരു 10 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്ന രംഗത്ത് എത്തിക്കുക എന്നുള്ളൊരു വിദൂര വീക്ഷണമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ബില്ലുമായി ഏതെങ്കിലും സർക്കാർ, ഇടതുപക്ഷം പോട്ടെ വലതുപക്ഷമാകട്ടെ കോൺഗ്രസിൻ്റെ ആകട്ടെ, പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഇതാണ്, കേരളത്തിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നാണ് ഈയിടെ. അതിനു മുമ്പേ ബീഹാറിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്ന് സ്റ്റുഡൻസ് വന്നിരുന്നത്. അത് മാറി കേരളത്തിൽ നിന്നുള്ള ഒരു ഒഴുക്ക് ഉണ്ടായി. അങ്ങനെയാണ് അവർ ഒരു എൻട്രൻസ് എക്സാം വഴി മാർക്കുകൾ മാത്രമല്ല എൻട്രൻസ് എക്സാം വഴി അഡ്മിഷൻ ക്രമീകരിക്കാൻ ബാധ്യസ്ഥരായത്. അതായത് കേരളത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന് വളരെ വേറെ എല്ലാം ഉണ്ടെങ്കിലും ലാംഗ്വേജസ് എബിലിറ്റീസ്, ഹിന്ദിയോ ഇംഗ്ലീഷോ ശരിക്കും ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരു കഴിവ് അത്ര ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിലാണ് അവരെ ഈ എലിമിനേഷൻ എന്ന രീതിയിൽ ഒരു എൻട്രൻസ് എക്സാം വെച്ചത്. അതുപോലെ വളരെ വ്യതിരിക്തമായ ഒരു പാഠ്യപദ്ധതിയും സ്കൂൾ സമ്പ്രദായം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസാണ് ഇങ്ങനെയുള്ള ഒരു എലിമിനേഷൻ റൗണ്ടിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്ന എന്നും കൂടി ഓർക്കുക. ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ആർക്കും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത്തരം ബില്ലുകൾ ഇലക്ഷൻ ഇയറിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഇടതുപക്ഷം അതും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പുതുമയാർന്ന നീക്കങ്ങൾ നയപരിപാടികൾ കൊണ്ടുവന്ന് ഇടതുപക്ഷം തന്നെ ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. എനിക്കറിഞ്ഞുകൂടാ ആരാണ് ഈ ഉദ്ദേശം അല്ലെങ്കിൽ ഈ വൈകി വന്ന വിവേകത്തിൻ്റെ പുറകിൽ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആരാണെങ്കിലും ഈ വൈകി വന്ന വിവേകങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ യാതൊരു പ്രതിഫലനവും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത്. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിഷയമായി പിന്നീട് നമുക്ക് കാണാം.